തനിക്ക് നഷ്ടപ്പെട്ട ഒരു അവസരം, അതൊരു പക്ഷേ തൻ്റെ ഗെയിമിലുണ്ടായ അപാകത കൊണ്ടാവാം, അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തുണ്ടായ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ പുറത്തു പോകേണ്ടി വന്നത്, അതും PR കൊടുത്തിട്ട്. അങ്ങനെ പുറത്തു പോയ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ രോദനമായിരുന്നു ഇന്നലെ നമ്മൾ ലൈവിൽ കണ്ടത്. എപ്പിസോഡിലും ഹൈലൈറ്റ് തന്നെ ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പ്രോമോ വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കണ്ടൻസുകളെല്ലാം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ആ ഒരു കുട്ടി ഇത്രമാത്രം ഷൗട്ട് ചെയ്ത് പെരുമാറുന്നതെന്നുള്ളത്. റീ എൻട്രിയിൽ മാന്യത കീപ്പ് ചെയ്തിട്ടുള്ള ഓരോരോ കണ്ടസ്റ്റൻറ്റുകളിലോ അപ്പാനി ശരത്ത്, ഒരുപക്ഷെ ശൈത്യ പോലും അപ്പാനി ശരത്തിനെ ഏൽക്കേണ്ടി വന്നിട്ടുള്ള അത്രയും നാണക്കേടോ അത്രയും ബുള്ളിങ്ങോ ഒന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും മാന്യമായി പെരുമാറിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ അപ്പാനി ശരത്ത്. അതെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് വീടിനകത്തേക്ക് കുറച്ച് പേര് കൂടി കയറുന്നുണ്ട്. ഇന്ന് കയറുന്നത് റെന ഫാത്തിമ കയറുന്നുണ്ട്, ജിഷിൻ കയറുന്നുണ്ട്, അഭിലാഷ് കയറുന്നുണ്ട്, അതുപോലെ പ്രവീണും കയറുന്നുണ്ട്. റെന ഫാത്തിമയിൽ നിന്ന് ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു പാർഷ്വാലിറ്റിയോട് കൂടിയിട്ടുള്ള അപ്രോച്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അക്കാര്യത്തിൽ എനിക്ക് വലിയ സംശയമില്ല. ജിഷിനാണെങ്കിലും പ്രവീണാണെങ്കിലും അഭിലാഷ് ആണെങ്കിലും ചിന്തിച്ച് കളിക്കുന്ന നല്ല ഗെയിമേഴ്സ് തന്നെയാണ് അവർ. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരൊക്കെ എന്തുകൊണ്ട് നേരത്തെ ഔട്ടായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം നല്ല ഗെയിമേഴ്സാണ്, ഈ സമയത്തും നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു അവർ. പക്ഷേ നിർഭാഗ്യവശാൽ അവർ പുറത്തായി പോയി. അവർ വരുന്നുണ്ട്, അവർ മാന്യതയോട് കൂടിയിട്ട് എല്ലാ കണ്ടസ്റ്റൻസിനും, അതായത് 7 പേരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. റീ എൻട്രിക്ക് ശേഷം അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ ഉണ്ടായ നെഗറ്റീവ്സ് മാറ്റി നല്ല രീതിയിൽ അവർക്ക് പെരുമാറാനും തൻ്റെ ചീത്തപ്പേരുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു അവസരമായിട്ട് വേണമെങ്കിൽ അവർക്ക് ഈ ഒരു റീ എൻട്രി കാണാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അപ്പാനി ചേർത്ത് കണ്ടല്ലോ അതേപോലെ. പക്ഷേ ശൈത്യ മുമ്പ് പോയതിനേക്കാളും 30-35 ദിവസം നിന്നിട്ട് പോയതിനേക്കാളും ചീഞ്ഞു നാറിയിട്ടായിരിക്കും കേട്ടോ ഇനി ഇറങ്ങുന്നത്. അത്തരത്തിലാണ് ആ കുട്ടി കാട്ടിക്കൂട്ടുന്നത്. പൂർവ്വം ഇനി ഒരു അഡ്വക്കേറ്റാണ്, ബുദ്ധിപൂർവ്വം ഇന്നെങ്കിലും കളിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കട്ടെ. അതുപോലെ തന്നെ ബിൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബിൻസി ചിന്തിച്ച് കളിക്കുന്നുണ്ട്. ബിൻസിയുടെ ഒരു വിഷയം അനുമോള് പറഞ്ഞത് ഭയങ്കരമായിട്ട് ബിൻസിക്ക് അത് ഹേർട്ടായിട്ടുണ്ട്, ലൈഫിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിൻസി ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസായിട്ട് പോയിട്ട് സംസാരിച്ചു, ആ ഒരു വിഷയം അവിടെ ഒത്തുതീർപ്പാക്കുക ചെയ്തു. ഒത്തുതീർപ്പായിട്ടില്ല, മനസ്സിൽ ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ആ വിഷയം ഹാൻഡിൽ ചെയ്ത രീതി മാന്യതയോട് കൂടിയിട്ടുള്ളതാണ്. ചോദിക്കുന്നു, മാന്യമായിട്ട് പോയി ചോദിക്കുന്നു അനുമോള് എന്താണോ പറഞ്ഞതെന്നുള്ളത്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്ത് തോന്നിയാൽ അവിടെ കാട്ടിക്കൂട്ടാം, പക്ഷെ ആരും പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. എന്നാൽ പിന്നെ മാന്യമായിട്ട് കളിച്ചാൽ പോരെ. അപ്പോൾ പിന്നെ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോകുന്നത്, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.